തുടങ്ങിയ കല്യാണം അൻസ കൈ ഉണങ്ങിയാൽ പെണ്ണിട്ടൂല. അങ്ങനെ രാത്രി പോയപ്പോ ഞങ്ങളെല്ലാരും കൂടി വെറുതെ കറങ്ങാൻ ഇറങ്ങിട്ടാ. ഷെബിമോനോണ്ട് ഓരോ ചലഞ്ചിന്റെ കമന്റ് ഇങ്ങനെ ഞാൻ ക്യാമറ ഉണക്കിയത് പറഞ്ഞിട്ടില്ല. ഷെബിമോൻ പറയണേ ഇജ്ജന്റെ ബ്ലോഗിലേക്ക് കുട്ടി സെറ്റ് ആവാത്ത കാര്യം എന്ന് പറയും. കുട്ടി സെറ്റ് ആക്കി ചിക്ക് ബക്കുന്നതിനെ ഞാൻ ബ്രോസ്റ്റ് ഇത്ര ഷെബിമോനോട് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല ഞാൻ. എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഇതിൽ ഉൾപ്പെടുന്ന ഷെബിമോൻ പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾക്ക് ബ്രോസ്റ്റ് ആയിക്കുള്ള പൈസ ഞാനിട്ട് തരാറുണ്ട്. അത് കഴിഞ്ഞപ്പോ അനാശ് വിളിച്ചു മക്കളെ എന്താ പരിപാടി ഫുഡ് ഇടയ്ക്ക് കാണല്ലോ എന്ന്. അത് കഴിഞ്ഞപ്പോ അനസിനോട് വിളിച്ചാൽ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിയും എവിടെയും പോയി മതിയായിരിക്കും എന്തേ തിന്നോ. അത് കേട്ടപ്പോ അനസ് പറയടിച്ച് എന്റെ സ്വന്തം പൈസക്ക് ആ ഷാഹിദിന് തൊട്ടടുള്ള ചിക്ക് ബക്കിന്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കും. അത് കേട്ടപ്പോ അജ്മലാക്ക് ഈഗോ ഇട്ടായിട്ട് ഓൻ നേരെ ചിക്ക് ബക്ക് കണ്ടു. ഒന്നും നോക്കിയില്ല. അജ്മലും ഞാനും റാഷി സുഫേത്ത് കൂടെ നേരെ ചിക്ക് ബക്ക് കണ്ടു. അജ്മലെ ഒന്നും നോക്കട്ടെ മെനുള്ള സാധനമൊക്കെ ബുക്ക് ചെയ്ത് അമ്മക്ക് ഈഗോ ആണ് വലുത്. മേടക്ക് അപ്പൊ നമ്മളെന്ന് വന്നിട്ടുള്ള ചിക്ക് ബക്കല്ല. ചിക്ക് ബക്കിൽ വന്ന് നിർബന്ധമായിട്ട് അവിടുത്തെ ബ്രോസ്റ്റ് കഴിച്ചു. അവിടെ ഒരു മസാല ഒരു യൂസ് ഉണ്ട്. സൗദിയിൽ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യണ മസാല ആണ്. അതിന്റെ ടേസ്റ്റ് ആണ് അപാര ടേസ്റ്റ് ആണ് മസാല. സ്പെഷ്യൽ മസാല കിഡിലാണ് നല്ല ടേസ്റ്റ്. ഇവിടെ ബ്രോസ്റ്റ് മാത്രമല്ല പല ടൈപ്പ് ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, കിഡിലും ഷെയ്ക്കുകളുണ്ട് പോണേ എല്ലാ സാധനവും ഉണ്ട്. നമ്മളിന്ന് വന്നിട്ടുള്ള പരപ്പനങ്ങളിലെ ചിക്ക് ബക്കട. ഇവിടെ മലപ്പുറംകാർ പറഞ്ഞേ പന്തളിച്ചാലുള്ള സ്ഥലം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ പല ബ്രോസ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന മസാല ഉണ്ട് മോനെ. ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ സാധനമാണ്. അപ്പൊ ബാക്കിയുള്ള ലൊക്കേഷൻ വരുന്നതൊക്കെ മലപ്പുറം ഉണ്ട്, പരപ്പനങ്ങാട് ഉണ്ട്, കാടപ്പടി ഉണ്ട്, വേങ്ങര ഉണ്ട്, പുത്തനത്താണി ഉണ്ട്. ചിക്ക് ബക്കിന്റെ ആൾക്കാർ ഈ വീഡിയോ കാണല്ലേ. കോട്ടക്കല് അമ്മക്ക് വേണ്ടി ഷോപ്പൊക്കെ ഓപ്പൺ ആക്കാട്ടോ മറക്കല്ലിട്ടോ.